യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. പ്രൈസ് ദി ലോർഡ്. ഷേമ ഇസ്രായേലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു: നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ആവശ്യം കർത്താവ് അറിയുന്നു. ഈ ഒരു ഉറപ്പിൽ കർത്താവിൻ്റെ മുൻപിൽ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിയോഗങ്ങളുമായി മുട്ടുകുത്തുന്ന നമുക്ക് പക്ഷേ പലപ്പോഴും നിരാശരായി മടങ്ങേണ്ടി വരാറുണ്ട്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്നുരുവിടുമ്പോഴും പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു ചോദ്യം ഉയരാറില്ലേ? എന്തുകൊണ്ട് എന്ന്. ദൈവവഴികളിൽ നടന്നിട്ടും നേർച്ചകളും കാഴ്ചകളും ഒക്കെ നിറവേറ്റിയിട്ടും എന്തേ എൻ്റെ ആഗ്രഹങ്ങൾ ഇനിയും കർത്താവിൻ്റെ ആവശ്യങ്ങളായി മാറിയിട്ടില്ല എന്ന്? വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിലൂടെ ഇതിനുള്ള ഉത്തരം നമുക്ക് പറഞ്ഞു തരികയാണ് കാരിസ് ഭവൻ ധ്യാന കേന്ദ്രത്തിലെ ഫാദർ ബിജിൽ ചക്കിയത്ത്. ദൈവവചനത്തിനായി കാതോർത്ത് ആ ദൈവവചനം നമ്മുടെ ജീവിതങ്ങളിൽ ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദൈവവചനത്തിനായി ഒരുങ്ങാം. മിശിഹായിലേറെ സ്നേഹമുള്ളവരെ, ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ ഒത്തിരി പേരുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു ആത്മീയ പ്രശ്നത്തിന് പരിശുദ്ധാത്മാവ് ഉത്തരം നൽകുകയാണ്. പലരും കാരിസ് ഭവനിൽ ധ്യാനത്തിനും ശുശ്രൂഷകൾക്കൊക്കെ വരുമ്പോൾ ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്: എന്തുകൊണ്ടച്ഛാ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ഇത്രയൊക്കെ പള്ളിയിൽ പോയിട്ടും ഇത്രയൊക്കെ ആത്മീയ കാര്യങ്ങൾക്കൊക്കെ പോയിട്ടും ധ്യാനം കൂടിയിട്ടൊക്കെ ചില കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഇതുപോലെ വൈകുന്നത്, ഇതുപോലെയൊക്കെ തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്? ദൈവത്തിന് എന്നോട് സ്നേഹമില്ലേ? കർത്താവിന് എൻ്റെ കാര്യത്തിൽ മാത്രം എന്തോ കരുതലില്ലാത്ത, എന്തുകൊണ്ട് എന്നെ മാത്രം ഇതുപോലെ കർത്താവ് വേദനിപ്പിക്കുന്നത്? ഇതുപോലെ എൻ്റെ ചില കാര്യങ്ങൾ തടസ്സം വന്ന് വൈകി പൊക്കൊണ്ടിരിക്കുന്നത്. എത്ര നാളുകളായി പ്രാർത്ഥിക്കുന്നു, ഈ വിവാഹത്തിൻ്റെ കാര്യങ്ങൾ, ഈ ജോലിയുടെ കാര്യങ്ങൾ, പഠനത്തിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളിലും എന്തുകൊണ്ടാണ് ഇതുപോലെ വൈകുന്നത് എന്നോർത്ത് വേദനിക്കുന്ന അനേകരുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ കൃത്യമായിട്ട് ദൈവവചനത്തിലൂടെ അതിനുത്തരം തരാൻ പോവുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 11-ാം അധ്യായം 3 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 3 മുതലുള്ള തിരുവചനങ്ങളിൽ അവിടെ നമ്മൾ കാണുന്ന സംഭവം ഇതാണ്: ലാസറിൻ്റെ മരണം. അതിൽ 3-ാമത്തെ വചനം ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു: കർത്താവേ, ഇതാ അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു എന്ന് പറയാൻ ആ സഹോദരിമാർ അവൻ്റെ അടുക്കലേക്ക് ആളുകളെ അയച്ചു. ലാസറിൻ്റെ സഹോദരിമാർ ലാസർ രോഗിയായിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടി, കാരണം യേശു ഒത്തിരി സ്നേഹിച്ചിരുന്നവനായിരുന്നു ലാസർ എന്നറിയാമായിരുന്നത് കൊണ്ട് അവൻ രോഗിയാണെന്ന് അറിഞ്ഞപ്പോൾ തൻ്റെ സഹോദരിമാർ ഈശോയെ അറിയിക്കാൻ വേണ്ടി ആളെ വിടുകയാണ്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. അത് കേട്ടപ്പോൾ യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും
വേണ്ടിയുള്ളതാണ്. ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, മറിച്ച് ദൈവത്തിൻ്റെ മഹത്വത്തിനും ഇതിലൂടെ ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിനും വേണ്ടിയിട്ടുള്ളതാണ്. എന്നിട്ട് വചനം കൂട്ടിച്ചേർക്കുകയാണ്, യേശു മർത്തായെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും ഒത്തിരിയേറെ സ്നേഹിച്ചിരുന്നു. എങ്കിലും അവൻ രോഗിയായി എന്ന് കേട്ടിട്ടും യേശു താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെ 2 ദിവസം കൂടി ചെലവഴിച്ചു. യേശു താൻ സ്നേഹിച്ചിരുന്ന ലാസർ രോഗിയാണെന്നറിഞ്ഞിട്ട് ഈശോ ഒരു പ്രഖ്യാപനം നടത്തി. അതെ, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, ഇതിലൂടെ ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകേണ്ടതിനാണ് എന്ന് പറഞ്ഞിട്ട് 2 ദിവസം കൂടി അവിടെ ചെലവഴിച്ചു. ഈശോ സ്നേഹിക്കാഞ്ഞിട്ടാണോ? ഈശോയ്ക്ക് ലാസറിനോട് സ്നേഹമില്ലാഞ്ഞിട്ടാണോ? അതിനും ഇങ്ങനെ കൃത്യമായിട്ട് എഴുതുന്നു, യേശു സ്നേഹിച്ചിരുന്ന ലാസർ എന്ന് പറഞ്ഞാൽ ഈശോയ്ക്ക് ലാസറിന് ഒത്തിരി സ്നേഹമായിരുന്നു. കാരണം അവിടെ കുടുംബത്തിൽ നിന്നും ഒത്തിരിയേറെ കാര്യങ്ങൾ കർത്താവിന് സ്വന്തമാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഭവനമാണ്. ഒത്തിരിയേറെ തന്നെ ശുശ്രൂഷകളെ സഹായിച്ചിരുന്ന ഒരു ഭവനമായിരുന്നു മർത്തായുടെ മറിയുടെയും ഭവനം. അതുകൊണ്ട് തന്നെ ലാസറിനെ ഒത്തിരി സ്നേഹിച്ചിരുന്നവനാണ് ഈശോ. എന്നിട്ടും വചനം പറയുന്നു, ഒത്തിരി ഈശോ സ്നേഹിച്ചിരുന്നെങ്കിലും അവൻ രോഗിയാണെന്നറിഞ്ഞിട്ടും 2 ദിവസത്തോളം അവിടെ തന്നെ ഈശോ ചെലവഴിച്ചു. നമ്മൾ സുവിശേഷങ്ങളിൽ തന്നെ കാണുന്നുണ്ട്, ഈശോ വചനമയച്ച് സുഖപ്പെടുത്തുന്നു, അനേകര് കർത്താവിൻ്റെ വചനത്താൽ സൗഖ്യം പ്രാപിക്കുന്നു. ഈശോയ്ക്ക് അവിടെ നിന്ന് ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, ലാസറെ നീ സുഖപ്പെടട്ടെ. ആ നിമിഷം ലാസർ സൗഖ്യം പ്രാപിക്കും. പക്ഷേ ഈശോ സുഖപ്പെടുത്തുന്നില്ല. കർത്താവിന് നിനക്ക് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ജോലി തരാൻ പറ്റാഞ്ഞിട്ടല്ല, നീ ദൈവസന്നിധിയിൽ നിലവിളിക്കുമ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ വിവാഹം നടത്താൻ കർത്താവിന് കഴിയാഞ്ഞിട്ടല്ല, നിനക്കൊരു തലമുറയ്ക്ക് ജന്മം നൽകാൻ കർത്താവിന് പറ്റാഞ്ഞിട്ടല്ല, നിന്റെ സാമ്പത്തിക വരുമാന മാർഗങ്ങളിൽ നീ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ മേൽ ദൈവത്തിന് കരം വയ്ക്കാൻ പറ്റാഞ്ഞിട്ടല്ല. വചനം കൂട്ടിച്ചേർക്കുന്നു, എന്നിട്ടും 2 ദിവസം ഈശോ അവിടെ ചെലവഴിച്ചു. താൻ ഒത്തിരി സ്നേഹിച്ചിരുന്ന രോഗിയാണെന്ന് പറഞ്ഞു. നമ്മളാണെങ്കിലോ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ കുടുംബാംഗങ്ങൾ ആരെങ്കിലും, നിങ്ങളുടെ അപ്പനോ അമ്മയോ നിങ്ങളുടെ കൂടെയില്ല, സഹോദരനെയോ സഹോദരിയുടെ കൂടെയാണ് അവർ താമസിക്കുന്നതെന്ന് കരുതുക. പെട്ടെന്നൊരു ഫോൺ കോൾ വരിക, അതെ അമ്മയ്ക്ക് അല്പം അസുഖം കൂടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇത് കേട്ട പാടി കേൾക്കാത്ത പാതി നിങ്ങൾ എന്നാ ചെയ്യും? പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് എവിടെന്നെങ്കിലും ഒരു ടാക്സിയും വിളിച്ച് എങ്ങോട്ടാണ് കൊണ്ടുപോയേക്കുന്നതെന്ന് ചോദിക്കും. അടുത്ത ഹോസ്പിറ്റലിലാണെങ്കിൽ അങ്ങോട്ട് വണ്ടി പോട്ടെ എന്ന് പറയും. വേറെ കാര്യങ്ങളൊന്നും അന്വേഷിക്കുകയല്ല. ടാക്സിക്ക് എത്ര രൂപയാകുന്നോ, ബസ്സിൽ കയറി പോയി കഴിഞ്ഞാൽ കാശ് കുറവുണ്ടല്ലോ എന്നൊന്നും ചിന്തിക്കുകയില്ല. അല്ലെങ്കിൽ ഇന്ന് വൈകിട്ട് മക്കൾക്ക് എന്നാ ഉണ്ടാക്കി കൊടുക്കണം, അല്ലെങ്കിൽ നാളെ രാവിലത്തേക്ക് എന്നൊക്കെ ചെയ്യണം എന്നൊന്നും ചിന്തിക്കാതെ താൻ സ്നേഹിക്കുന്ന ആരെങ്കിലും പെട്ടെന്ന് രോഗിയാണെന്നോ ആക്സിഡൻറ്റ് ഉണ്ടാകുമെന്നോ എന്തെങ്കിലും പറ്റിയെന്ന് കേൾക്കും, നമ്മൾ ഓടും അല്ലേ? ഈശോ സ്നേഹിച്ചിരുന്ന ലാസർ രോഗിയാണെന്നറിഞ്ഞിട്ടും ഈശോ 2 ദിവസം കൂടി അവിടെ ചെലവഴിച്ചു. ഈശോ പോയില്ല എന്ന് പറഞ്ഞാൽ കർത്താവ് ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വൈകിക്കുന്നതിന് കാരണം കർത്താവിൻ്റെ വചനം തന്നെ നമ്മളെ പഠിപ്പിച്ചു. അവിടെ മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, മറിച്ച് ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകേണ്ടതിനാണ്. ചില പരാജയങ്ങളും ചില തടസ്സങ്ങളും ചില വൈകലുകളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അത് ദൈവത്തിൻ്റെ അനന്തമായ പരിപാലനയുടെ ശക്തി എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അവിടെ മനസ്സ് തകരരുത്, അവിടെ തകർന്നു പോകരുത്. കർത്താവ് എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത്, എന്തുകൊണ്ട് ഇതുപോലെ വൈകുന്നത്, എന്തുകൊണ്ടാണ് ഇതുപോലത്തെ ഒരവസ്ഥയിൽ എന്നെ കെട്ടിയിട്ടിരിക്കുന്നത്? എത്ര നാളെ ഞാനൊരു വിവാഹത്തിന് വേണ്ടി ആലോചിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, നടക്കുന്നില്ലല്ലോ. വയസ്സ് 28ആയി, 29ആയി, 30ആയി, എന്നിട്ടും എൻ്റെ വിവാഹം നടക്കുന്നില്ലല്ലോ. എന്തേ കർത്താവേ ഇതുപോലെ എൻ്റെ കുടുംബം വൈകുന്നേ, പ്രശ്നങ്ങൾ നീണ്ടുപോകുന്നേ? എന്തുകൊണ്ടാണ് ചിലതൊക്കെ വൈകി പൊക്കൊണ്ടിരിക്കുന്നേ? ദൈവത്തോട് ചേർന്നിരുന്നിട്ടും ദൈവസ്വരം കേട്ടിട്ടും ദൈവഹിതത്തിന് വിധേയപ്പെട്ട് ജീവിക്കാൻ തീരുമാനമെടുത്തിട്ടും നിന്റെ ജീവിതത്തിൽ ചില വൈകലുകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിലൂടെ ദൈവത്തിൻ്റെ അനന്തമായ ശക്തി പ്രകടമാകേണ്ടതിനാ. വിശ്വസിക്കേ. ഞാൻ ഓർക്കുക, കുറേ നാളായിട്ട് എൻ്റെ അച്ഛോ വിവാഹം നടക്കുന്നില്ല എന്ന് പറഞ്ഞ് 28 വയസ്സ് മുതൽ ഇവർ പ്രാർത്ഥിക്കുന്നതാണ്. 29 വയസ്സ്, 30 വയസ്സ്, 31-ാമത്തെ വയസ്സിലാണ് ഈ സഹോദരിയുടെ വിവാഹം നടക്കുന്നത്. സഹോദരിയുടെ വിവാഹം കഴിഞ്ഞിട്ട് ഈ സഹോദരി എനിക്ക് കാണാൻ ഇടവന്നു. ഈ സഹോദരി പറഞ്ഞു, അച്ഛോ
31 വയസ്സിലാണ് എൻ്റെ വിവാഹം നടന്നതെങ്കിലും എനിക്ക് വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത് വെച്ചതുപോലത്തെ ഒരു ജീവിത പങ്കാളി എനിക്ക് തന്നത്. ഒത്തിരി സന്തോഷത്തോടെ, ഒത്തിരി ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഈ സഹോദരി സംസാരിക്കുന്നത്. അച്ചോ, 31 വർഷം കഴിഞ്ഞെങ്കിലും എൻ്റെ ജീവിതത്തിൽ വിവാഹം നടക്കാനായിട്ട് എനിക്ക് കർത്താവ് കൂട്ടിച്ചേർത്ത ആ വ്യക്തി എത്ര സ്നേഹത്തോടു കൂടിയാ, എത്ര കരുതലോടു കൂടിയാ എൻ്റെ കുടുംബജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒത്തിരി സമാധാനം ഉണ്ടോ, ഒത്തിരി സന്തോഷം ഉണ്ടോ. ഞങ്ങളുടെ കുടുംബജീവിതം സ്വർഗം പോലെ സന്തോഷമുള്ള കുടുംബമാണ്. ഇതിനു മുമ്പ് ഈശോ പറഞ്ഞു, അച്ചോ ഒരുപക്ഷെ 27-ാമത്തെ വയസ്സിലോ 28-ാമത്തെ വയസ്സിലോ ഒക്കെ ഞാൻ വിവാഹം കഴിച്ചു പോയെങ്കിൽ, മറ്റാരെങ്കിലും ആയിരുന്നു വിവാഹം കഴിച്ചെങ്കിൽ ഒരുപക്ഷെ ഇതുപോലത്തെ സന്തോഷകരമായ സമാധാനപൂർണ്ണമായ ഒരു കുടുംബജീവിതം എനിക്കൊരുപക്ഷെ കിട്ടില്ലായിരുന്നായിരിക്കാം. അതുകൊണ്ടായിരിക്കാം കർത്താവ് എൻ്റെ ജീവിതത്തിൽ വൈകിച്ചതെന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു. അന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല. കുറച്ച് നാളുകൾ ഇതുപോലെ ധ്യാനം കൂടാൻ പോകുന്നു, വർഷത്തിലൊരിക്കൽ ധ്യാനം കൂടുന്നു, പള്ളിയിൽ പോകുന്നു, കൺവെൻഷനുകൾ പോകുന്നു. ഇതിനൊക്കെ പോകുമ്പോഴൊക്കെ ഈ നിയോഗം വെച്ച് പ്രാർത്ഥിക്കും, എന്നിട്ട് നടക്കുന്നില്ല. 31-ാമത്തെ വയസ്സിൽ വിവാഹം നടന്നു കഴിഞ്ഞപ്പോൾ ആ വിവാഹത്തിൽ സ്വർഗത്തിൻ്റെ സാന്നിധ്യവും സ്വർഗത്തിൻ്റെ കരുതലും ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റിയപ്പോൾ തിരിഞ്ഞു നോക്കി. എന്നിട്ട് ഈ സഹോദരി പറയാ, കഴിഞ്ഞ 31 വർഷം എൻ്റെ വിവാഹ ജീവിതത്തിൽ സംഭവിച്ചത് തടസ്സങ്ങളോ പ്രശ്നങ്ങളോ എന്തുമായിക്കൊള്ളട്ടെ, അതിനെ ഓർത്തൊന്നും ഞാനിപ്പോൾ വേദനിക്കുന്നില്ല അച്ചോ. കാരണം എനിക്ക് വേണ്ട, എനിക്കിണങ്ങിയ തുണയെ തന്നെയാ കർത്താവിൻ്റെ. ഒരുപക്ഷെ ഇതിനു വേണ്ടിയിട്ടായിരിക്കും കർത്താവ് ഇത്രയും നാൾ വൈകിച്ചത്. നോക്കിക്കേ ഈശോ, അച്ചോ ചിലപ്പോൾ ഈ വ്യക്തി എൻ്റെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടായിരിക്കും കർത്താവ് ഇത്രയും വൈകിച്ചത്. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, കർത്താവിന് എന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടാണോ ഇതുപോലെ കാര്യങ്ങളൊക്കെ നീണ്ടുപോകുന്നത്? കർത്താവിന് എൻ്റെ കാര്യത്തിൽ കരുതലില്ലാഞ്ഞിട്ടാണോ ഇതുപോലെ കാര്യങ്ങളൊക്കെ നീണ്ടുപോകുന്നത് എന്നൊക്കെ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, മറുതലിച്ചിട്ടുണ്ട്. പലരും ചോദിക്കാറുണ്ട്, എടി ഇത്രയും പ്രായമായിട്ട് വിവാഹം നടക്കുന്നില്ലേ? വീട്ടുകാർ ചോദിക്കാൻ തുടങ്ങി, നാട്ടുകാർ ചോദിക്കാൻ തുടങ്ങി. ഈ ചോദ്യങ്ങളൊക്കെ കേട്ടപ്പോൾ പലപ്പോഴും ദൈവസ്വരത്തിനെതിരെ ഞാൻ മറുതലിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥയ്ക്കെതിരെ കർത്താവിനെ ഞാൻ പിറുപിറുത്തിട്ടുണ്ട്. അച്ചോ, ഇന്നെനിക്ക് മനസ്സിലാക്കാൻ പറ്റും, കഴിഞ്ഞ 31-ാമത്തെ വയസ്സിൽ എൻ്റെ വിവാഹം കർത്താവ് നടത്തിയത് എനിക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത കൃത്യമായ വ്യക്തിയെ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കർത്താവ് അത് വൈകിച്ചത് മനഃപൂർവ്വമാണ് പ്രിയപ്പെട്ടത്. ചിലതൊക്കെ തമ്പുരാൻ വൈകിച്ചത് ദൈവത്തിൻ്റെ അനന്തമായ ശക്തി നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ വേണ്ടിയിട്ടാണ്. നമ്മളെന്നാ ചെയ്യുന്നത്? ചിലതൊക്കെ നമ്മുടെ സമയത്തിനുള്ളിൽ നടക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കൂ, പിടിവാശി നടത്തും. കർത്താവ് നടത്തി തരും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പറയും, അയ്യോ കർത്താവേ, ഇത് വേണ്ടായിരുന്നു, ഇത് നടക്കണ്ടായിരുന്നു, ഇത് സംഭവിക്കണ്ടായിരുന്നു, പഴയ പോലെയൊക്കെ അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു. കർത്താവിനോട് മല്ലിട്ട് ഇടിയിട്ട് ഇപ്പം നടത്തി തരണം. കർത്താവിൻ്റെ സമയത്തിന് വേണ്ടി കാത്തു നിൽക്കാതെ ചില കുടുംബ ബന്ധങ്ങൾ ഒരുമിച്ച് ചേർക്കപ്പെടാറുണ്ട്. മാതാപിതാക്കൾ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ ചിലരുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ജീവിത പങ്കാളിയെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ മാതാപിതാക്കൾ അതിനൊന്നും സമയം നിൽക്കാതെ വെയിറ്റ് ചെയ്യാതെ 18-ാം വയസ്സിലും 19-ാം വയസ്സിലും സ്വന്തം ജീവിത പങ്കാളിയെ കണ്ടുപിടിച്ച് ഇറങ്ങിപ്പോകുന്നവരില്ലേ? ഉണ്ടല്ലോ. ദൈവത്തിൻ്റെ പദ്ധതിക്ക് സമയത്തിന് മുമ്പേ തിരഞ്ഞെടുക്കുന്നവരില്ലേ? കർത്താവിൻ്റെ വചനം എന്നാ പറയുന്നത്? മകനെ മകളെ, സമയമാകുന്നതിന് മുമ്പ് നിന്റെ പ്രേമത്തെ തൊട്ടുണർത്തരുത്. ഉത്തമഗീതത്തിൽ പറഞ്ഞു വെച്ചിരിക്കുക, സമയമാകുന്നതിന് മുമ്പ് നിന്റെ പ്രണയത്തെ തൊട്ടുണർത്തരുത്. നീ തിരഞ്ഞെടുക്കുന്നതായിരിക്കണമെന്നില്ല ദൈവം നിനക്ക് വേണ്ടി അനാദിയിലെ തിരഞ്ഞെടുത്ത് മാറ്റി നിർത്തിയിരിക്കുന്നത്. അവിടെ നമ്മുടെ കണക്കൂട്ടലുകൾ തെറ്റിപ്പോവും. മുന്നിലുള്ള ജീവിതത്തിൽ നമ്മുടെ കണക്കുകൂട്ടലുകളൊന്നും ശരിയാകാതെ ഒരു കാരണം എന്താ? നമ്മുടെ അടിസ്ഥാനം, നമ്മുടെ ഫോർമുല തെറ്റിപ്പോയി. പിന്നെ എങ്ങനെ കണക്ക് കൂട്ടിയാലും ഉത്തരം വരുമ്പോൾ തെറ്റിപ്പോവും. അതുകൊണ്ടാണ് ചില കുടുംബജീവിതങ്ങളൊക്കെ തെറ്റിപ്പോകുന്നതിന് കാരണം അവിടെ അടിസ്ഥാനങ്ങളിൽ കണക്ക് കൂട്ടിയപ്പോൾ ദൈവത്തോട് ചേർന്ന് ആലോചന ചെയ്തിട്ടല്ല കണക്ക് കൂട്ടിയത്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ഇപ്പം അതുമായി കടന്നു വന്ന എല്ലാ കണക്ക് കൂട്ടലുകളും തെറ്റിപ്പോയി. ഇവിടെ ലാസർ രോഗിയാണെന്ന് അറിഞ്ഞിട്ട് ഇത്രയേറെ ലാസറിനെ ഈശോ സ്നേഹിച്ചിരുന്നിട്ടും ഈശോ പോയില്ല. എന്തുകൊണ്ടെന്ന് വചനം എഴുതി വെച്ചിരിക്കുന്നു, അതിലൂടെ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. എന്നിട്ട് നോക്കിയേ, തുടർന്ന് വരുന്ന വചനം എഴുതി വെച്ചിരിക്കുന്നു, 17-ാമത്തെ വചനം. ലാസർ സംസ്കരിക്കപ്പെട്ടിട്ട് 4 ദിവസമായെന്ന് യേശു അവിടെ എത്തിയപ്പോൾ അറിഞ്ഞു. 4 ദിവസമായെന്ന്, അതായത് പറഞ്ഞിട്ട് മരിച്ചതിന് ശേഷം 4 ദിവസം കഴിഞ്ഞാണ് കർത്താവ് ചെല്ലുന്നത് കല്ലറയ്ക്കടുത്ത്. 1-ാം ദിവസമല്ല, 2-ാം ദിവസമല്ല, 3-ാം ദിവസമല്ല, മരിച്ച് ലാസറിനെ അടക്കം ചെയ്ത് കല്ലറ സീൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ
4-ാം ദിവസം കർത്താവ് ചെല്ലുകയാണ്. ഇവിടെ എന്തുകൊണ്ടാണ് കർത്താവ് 4-ാം ദിവസം ചെന്നേ? ജെറുസലേമിൽ പോയിട്ടുള്ളവർ കൃത്യമായിട്ട് അറിയാം, വിശുദ്ധനാട് സന്ദർശനത്തിലുള്ളവർക്ക് അറിയാൻ പറ്റും. അവിടെ മലയുടെ കീഴിൽ തന്നെയായിട്ട് ഒത്തിരിയേറെ സെമിത്തേരിയും കല്ലറകളൊക്കെ അവിടെ കാണാൻ പറ്റും. യഹൂദരുടെ, മുസ്ലിങ്ങളുടെ, അങ്ങനെ പല കല്ലറകളും നമുക്കവിടെ കാണാൻ പറ്റും. അതിനകത്ത് യഹൂദരുടെ കല്ലറ ഏറ്റവും മുകളിലുള്ളൂ. അതിൻ്റെ കല്ലറകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, അതിനൊരു തുളയിട്ടിട്ടുണ്ട്, ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈഡ് ഞങ്ങളെ പരിചയപ്പെടുത്തിയത് ഇങ്ങനെയാണ്, അത് അവരുടെ വിശ്വാസം അനുസരിച്ച് മരിച്ചു കഴിഞ്ഞാലും 3 ദിവസം കൂടി ശരീരത്തിൽ ആത്മാവ് കുട്ടിക്കൊള്ളും. 3 ദിവസത്തിന് ശേഷമാണ് ശരീരം വിട്ട് ആത്മാവ് പോകുന്നത്. അതുകൊണ്ട് ആത്മാവിന് പുറത്തു പോകാനാണെന്ന് തോന്നുന്നു ഈ കല്ലറയ്ക്ക് ഒരു തുളയിട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കർത്താവ് വരുന്നത് 4-ാമത്തെ ദിവസമാണ്. 3 ദിവസം കഴിഞ്ഞ് 4-ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ യഹൂദ പാരമ്പര്യം അനുസരിച്ച് ശരീരത്തിൽ നിന്നും ആത്മാവ് വേറിട്ട് കഴിഞ്ഞു. മാനുഷികമായി പറഞ്ഞാൽ ഇനി രക്ഷയില്ല. ചിലർ പറയില്ല, ചില അവസ്ഥകൾ, നിനക്കിനി രക്ഷയില്ല, ഈ രോഗം സൗഖ്യം പ്രാപിക്കില്ല, നിന്റെ മക്കളിന് നന്നാകില്ല, നിന്റെ വിവാഹം നടക്കില്ല. മാനുഷികമായി രക്ഷയില്ലാത്ത ഒരു സാഹചര്യത്തിൻ്റെ നടുവിൽ നിൽക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ കർത്താവ് വരുന്നത്. എന്ന് പറഞ്ഞാൽ കർത്താവ് അവിടെ ഒരു അത്ഭുതകരമായ പ്രവൃത്തി ചെയ്താൽ ആർക്കും പറയാൻ പറ്റില്ല, അതെ അവൻ ഉറങ്ങുകയായിരുന്നു, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റതാ എന്ന് പോലും പറയാൻ പറ്റാത്ത വിധത്തിൽ കർത്താവ് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിൻ്റെ നടുവിലാണ് 4-ാം ദിവസം കർത്താവ് വരുന്നത്. 4-ാം ദിവസം കർത്താവ് കല്ലറയുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ സഹോദരി പറയും, കർത്താവേ, ഇപ്പോൾ ദുർഗന്ധം വമിക്കുന്നുണ്ടാകും, ശരീരം ചീഞ്ഞളിഞ്ഞിട്ടുണ്ടാകും, ഇതിൽ നിന്നൊന്നും ഇനി പ്രതീക്ഷിക്കാനില്ല. സ്വന്തം സഹോദരിയുടെ പോലും പ്രതീക്ഷ അറ്റുപോയി. ശരീരം ദുർഗന്ധം വമിക്കുന്നു, ജീവിതം അതുപോലെ തകർന്നു പോയി, ഇനി പ്രതീക്ഷിക്കാൻ ഒരു വകുപ്പുമില്ല, മുന്നോട്ട് പോകാൻ ഒരു സാധ്യതയുമില്ല, ഒരു സാഹചര്യവുമില്ല. അതിൻ്റെ നടുവിലാണ് യേശു ക്രിസ്തു വന്ന് കല്ലറയുടെ മുമ്പിൽ നിന്നുകൊണ്ട് പറയുന്നു, മകളെ, നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഇത് പറഞ്ഞിട്ട് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. കർത്താവ് ഇപ്രകാരം പറയും, 42-ാമത്തെ വചനം, 11:42 വചനം, അങ്ങൻ്റെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്ന് എനിക്കറിയാം, എന്നാൽ എന്നെ അയച്ചത് അവിടെ നിന്നാണെന്ന് ചുറ്റി നിൽക്കുന്ന ജനം വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. എന്നിട്ട് അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ലാസറേ പുറത്തു വരിക. ഉച്ചത്തിൽ കർത്താവ് വിളിച്ചു, ലാസറേ പുറത്തു വരിക. ഒരൊറ്റ വചനത്തിൻ്റെ ബലത്താൽ മരിച്ച ലാസർ പുറത്തേക്ക് വരികയാ. ചീഞ്ഞളിഞ്ഞ ശരീരത്തിൽ നിന്നും പുതുജീവൻ നൽകി ലാസറിനെ കർത്താവ് കൊണ്ടുവരികയാ. ലോകം മുഴുവൻ മരിച്ചെന്ന് വിധിയെഴുതി മുദ്രകുത്തി കല്ലറയിൽ അടക്കം ചെയ്ത ഒരു ജീവിതത്തെ കർത്താവിന് ഉയർപ്പിക്കാനും ഉദ്ധാനത്തിന് അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. 1, 2, 3 ദിവസം കല്ലറയിൽ അടക്കം ചെയ്തോട്ടെ, നിന്റെ കല്ലറയിൽ അടക്കം ചെയ്ത ജീവിത അനുഭവത്തിന്റെ നടുവിലൂടെ ക്രിസ്തു കടന്നു പോകാൻ അനുവദിച്ചാൽ ആ പ്രശ്നങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് കരം വയ്ക്കും. നിന്റെ ചീഞ്ഞളിഞ്ഞ ശരീരത്തിൻ്റെ മേലും മനുഷ്യർ വിധി എഴുതി അടക്കം ചെയ്ത് കല്ലറകൾ സീർവെച്ചാലും അതിൻ്റെ മേൽ നിനക്കൊരു ഉദ്ധാനമുണ്ടെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട കർത്താവ് ചിലതൊക്കെ വൈകിച്ചത്. ലാസറിൻ്റെ രോഗാവസ്ഥയിൽ കർത്താവ് അവിടെ ചെന്ന് അത്ഭുതം പ്രവർത്തിക്കാതിരുന്നതും വചനമയച്ച് അത്ഭുതം പ്രവർത്തിക്കാതിരുന്നതിന് കാരണം, പ്രിയപ്പെട്ടവരെ, മരണത്തിൻ്റെ മേൽ പോലും കർത്താവിന് അധികാരമുണ്ടെന്ന് വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, മറിച്ച് ഇതിലൂടെ ദൈവത്തിൻ്റെ മഹത്വത്തിനും ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ടവരെ, ഇതിലൂടെ യേശു ക്രിസ്തു തന്നെ തന്നെ വെളിപ്പെടുത്തുക, താൻ മരണത്തിൻ്റെ മേലും അധികാരമുള്ളവനാണ്, ചീഞ്ഞളിഞ്ഞ ശരീരത്തിൻ്റെ മേലും അധികാരമുള്ളവനാണ് ക്രിസ്തുവെന്ന് ലോകത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാ ലാസർ ആ രോഗത്തിലൂടെയും മരണത്തിലൂടെയും കടന്നുപോയത്. അവൻ്റെ സൗഖ്യം വൈകിയതിന് കാരണം കർത്താവിൻ്റെ ശക്തി വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാ. പ്രിയപ്പെട്ടവരെ, ചില രോഗങ്ങൾ മാറാതെ നിൽക്കുമ്പോൾ, ജീവിതത്തിൻ്റെ ചില തടസ്സങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ, ചില വിവാഹങ്ങൾ, ചില ജോലി കിട്ടാത്ത മേഖലകൾ, പഠനത്തിൻ്റെ മേലുള്ള തടസ്സങ്ങൾ, ഇതൊക്കെ ജീവിതത്തിൽ വരുമ്പോൾ അതിൽ തന്നെ ആകുലപ്പെട്ട് വേദനിച്ച് നഷ്ടങ്ങളിലേക്കും തകർച്ചകളിലേക്കും നോക്കിയിരിക്കാതെ ആ പ്രശ്നത്തിന് മേലും ദൈവത്തിന് അധികാരമുണ്ടെന്നും എൻ്റെ ജീവിതത്തിൽ ദൈവത്തോട് ചേർന്നിരുന്നിട്ടും ചിലതൊക്കെ വൈകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ അനന്തമായ പ്രവൃത്തി ഈ സാഹചര്യത്തിലൂടെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതാണെന്നും വിശ്വസിക്കാനും അത് സ്വന്തമാക്കാനും പരിശുദ്ധാത്മാവ് നമ്മളെ അനുവദിക്കട്ടെ.
തുറന്നു വരുന്ന ആരാധനയുടെ നിമിഷങ്ങളിൽ പ്രിയപ്പെട്ടവരെ നമുക്കും പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ മേഖലകൾ തടസ്സങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ, ചിലതൊക്കെ കർത്താവ് എന്തുകൊണ്ടാണ് ഇങ്ങനെ വൈകുന്നത്, ഞാൻ അങ്ങയെ സ്നേഹിച്ചിട്ടും അങ്ങയുടെ ചട്ടങ്ങൾ പാലിച്ചിട്ടും അങ്ങയെ അനുസരിച്ചിട്ടും ആത്മീയ കാര്യങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുത്തിട്ടും ഇതുപോലെ ചില കാര്യങ്ങൾ വൈകുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട മകനെ മകളെ, നീ വിശ്വസിക്ക്, ഈ സാഹചര്യത്തിന് മേൽ ദൈവത്തിന് ഒരു അത്ഭുതം ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ആഗ്രഹത്തിന് വേണ്ടി കാത്തിരുന്നു കൊണ്ട് ഈ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, കർത്താവ് തരുന്ന അത്ഭുതത്തിനും അടയാളത്തിനും വേണ്ടി ഹൃദയം സമർപ്പിച്ച് വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാൻ നമുക്കൊരുങ്ങാം. അതിനുവേണ്ടി സർവശക്തനായ ദൈവം നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ദൈവകുഞ്ഞാടേ, ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനേ, ജീവനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ രണ്ടും മാറോട് ചേർത്ത് പിടിച്ച് ഈ അൾത്താറിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ നോക്കിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നിമിഷം ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന അനേകരുടെ മനസ്സിലുയരുന്നൊരു ചോദ്യമുണ്ട്. ഈശോയെ, എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും എൻ്റെ ജീവിതത്തിൻ്റെ ചില അനുഗ്രഹങ്ങൾ ഇതുപോലെ വൈകുന്നത്? ഇത്രയും നാൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ടാണ് കർത്താവേ എനിക്കൊരു ജോലിയില്ലാത്തത്? കർത്താവ് ഇത്ര നാളും പ്രാർത്ഥിച്ചിട്ടും നിലവിളിച്ചിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഒരു തലമുറയെ കാണാൻ എനിക്ക് പറ്റാത്തത്? കർത്താവെ, ഇത്ര നാളുകളായി ഞാൻ ആഗ്രഹിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ വിവാഹം നടക്കാത്തത്? ഈശോയെ, ഇത്രയും നാൾ അങ്ങയുടെ സന്നിധിയിൽ മുട്ടുകുത്തിയിട്ടും എന്തുകൊണ്ടാണ് ചില നിയോഗങ്ങളുടെ മേൽ അവിടുത്തെ അനുഗ്രഹം ചൊരിയാത്തത്? പലപ്പോഴും ചില മേഖലകൾ അനുഗ്രഹം വൈകുമ്പോൾ നമ്മൾ മനസ്സ് മടുത്തു പോയിട്ടുണ്ട്. പ്രാർത്ഥന പോലും ഉപേക്ഷിച്ചു പോകുന്ന അവസ്ഥകളിലേക്ക് വന്നിട്ടുണ്ട്. ഇനി എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്? ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലല്ലോ എന്നോർത്ത് പോലും വേദനിച്ചിട്ടില്ലേ? സകല നൊമ്പരങ്ങളും കർത്താവിന് കൊടുക്കുക. ലാസർ രോഗിയാണെന്നറിഞ്ഞിട്ടും നമ്മൾ വചനത്തിലൂടെ കേട്ടു, താൻ ഒത്തിരി സ്നേഹിച്ചിരുന്ന ലാസർ രോഗിയാണെന്നറിഞ്ഞിട്ടും ഈശോ വന്നില്ല. ഈശോ ഇങ്ങനെ പറയുന്നത്, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, മറിച്ച് ഈ രോഗത്തിലൂടെ ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകേണ്ടതിനും ദൈവപുത്രൻ മഹത്വപ്പെടുന്നതിനും വേണ്ടിയിട്ടാണ്. നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന നിന്റെ ജീവിതത്തിൻ്റെ ചില അനുഗ്രഹങ്ങൾ, നിഷേധിക്കപ്പെട്ട അവസ്ഥകൾ, ചില തടസ്സങ്ങൾ നേരിടുന്ന അവസ്ഥകൾ, ചില അനുഗ്രഹങ്ങൾ നിന്റെ ജീവിതത്തിൽ വൈകിപ്പോയതിനോർത്ത് നീ വേദനിക്കുന്നുണ്ടെങ്കിൽ അതേക്കുറിച്ച് നീ ഭാരപ്പെടേണ്ട. ദൈവം നിന്നെ സ്നേഹിക്കുന്നില്ലല്ലോ എന്നുള്ള ചിന്തകൾ നിന്നെ ഭരിക്കേണ്ട. ഈശോ ഒത്തിരി സ്നേഹിച്ചിരുന്ന ലാസർ രോഗിയാണെന്നറിഞ്ഞിട്ട് പോലും ഈശോ പോകുന്നില്ല. കാരണം അനുഗ്രഹത്തിൻ്റെ വലിയ അത്ഭുതത്തിൻ്റെ ഒരടയാളം അവൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചതുകൊണ്ടാണ്. ഞാൻ പുനരുദ്ധാനവും ജീവനുമാണെന്ന് ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ അല്പം കൂടി വൈകിട്ട് അവൻ്റെ കല്ലറയ്ക്ക് മുമ്പിലേക്ക് കടന്നു ചെല്ലുന്നത്. നീ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ മേൽ കർത്താവ് കരം വയ്ക്കും. എത്രമാത്രം ജീവിതത്തിൽ വൈകി വന്നാലും ഇത് നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന സമയത്തിൽ കർത്താവ് അത് പൂർത്തിയാക്കും. നീ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, വിശ്വാസം ക്ഷയിക്കാതെ പ്രാർത്ഥിക്കുക, മുറുമുറുപ്പ് കൂടാതെ പ്രാർത്ഥിക്കുക, കർത്താവിനെതിരെ മറുതലിക്കാതെ പ്രാർത്ഥിക്കുക. വചനം പറയുന്നു, നീ വൈകുന്നതിനോർത്ത് വേദനിക്കണ്ട. ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ദൈവത്തിൻ്റെ സമയത്തിൽ കർത്താവ് നിനക്ക് വേണ്ടി പൂർത്തിയാക്കി തരും.
മാറോട് ചേർത്ത് പിടിച്ച കരങ്ങൾ രണ്ടും ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് നിന്റെ ആഗ്രഹങ്ങളും നിന്റെ നിയോഗങ്ങളും നിന്റെ പ്രാർത്ഥനാ വിഷയങ്ങളും നിന്റെ ജീവിതത്തിൽ തടസ്സം നേരിടുന്ന മേഖലകളും നിന്റെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം വൈകിക്കൊണ്ടിരിക്കുന്നതിനോർത്ത് നീ വേദനിക്കുന്ന മേഖലകളൊക്കെ ഈ നിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, എന്നോട് കരുണയായിരിക്കണമേ, അങ്ങ് എൻ്റെ ജീവിതത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്ന അത്ഭുതം കാണാൻ എന്നെയും അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, കാരുണ്യവാനായ ദൈവമേ, ഇവരുടെ ജീവിതത്തിൽ ചില അനുഗ്രഹങ്ങൾ വൈകിപ്പോയതിനെ ഓർത്ത് വേദനിക്കുന്നവരുണ്ട്, നിരാശയിൽ കഴിയുന്നവരുണ്ട്. കർത്താവേ, മനസ്സും അടുത്തു പോയവരുണ്ട്, പ്രാർത്ഥനാ ജീവിതം പോലും ഉപേക്ഷിച്ച് കടന്നുപോയവരുണ്ട്. ആ ജീവിതങ്ങളിലേക്ക് ഈ നിമിഷം തന്നെ അത്യത്ഭുതകരമായ അടയാളങ്ങളും അത്ഭുതങ്ങളും നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തടസ്സങ്ങൾ നേരിടുന്ന മക്കള്, ചില അനുഗ്രഹങ്ങൾ വൈകിപ്പോയതുകൊണ്ട് വേദനിക്കുന്ന മക്കളിലേക്ക് ഈ നിമിഷം തന്നെ, ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ തന്നെ ഈ മക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളിലേക്ക് പരിശുദ്ധാത്മാവെ ഇറങ്ങി പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് അത്ഭുതം ചെയ്യുന്നത് കാണാൻ അങ്ങയുടെ വൻകരം ഇവിടെ ജീവിതത്തിന്റെ മേലും ഇവിടെ നിയോഗങ്ങളുടെ മേലും പ്രവർത്തിക്കുന്നത് കാണാൻ ഇവിടെ ജീവിതത്തെ അങ്ങ് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ മനസ്സുകളെ അങ്ങ് രൂപപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹം സ്വന്തമാക്കാൻ ഇവിടെ വിശ്വാസത്തെ അങ്ങ് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഈ മക്കളോട് കരുണയായിരിക്കണമേ, ഇവിടെ നിയോഗങ്ങളോട് കരുണയായിരിക്കണമേ. കർത്താവേ, ഈ കൂട്ടായ്മകളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന, ഭവനങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന, ലോകമെമ്പാടും ഇരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങളിൽ നേരിടുന്ന സകല തടസ്സങ്ങളും ഈ നിമിഷം തന്നെ യേശുവിന്റെ നാമത്തിൽ ദിവ്യകാരുണ്യനാഥന്റെ ശക്തിയാൽ, പൗരോഹിത്യത്തിന്റെ ശക്തിയാൽ ബന്ധിച്ച് ശാസിക്കുന്നു, വിട്ടുപോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ നിമിഷം തന്നെ ആ മക്കളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജോലി മേഖലയിൽ നിൽക്കുന്ന തടസ്സങ്ങൾ, വിദ്യാഭ്യാസ മേഖലയിൽ നിൽക്കുന്ന തടസ്സങ്ങൾ, തലമുറകളെ കാണാൻ നിൽക്കുന്ന തടസ്സങ്ങൾ, കർത്താവേ, ഇവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സകല തടസ്സങ്ങളും യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദവും അനുഗ്രഹവും നമുക്ക് യാചിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,